ഇന്ന് നമ്മൾ പകർത്താൻ പോകുന്ന ദൃശ്യങ്ങൾ ഏകദേശം 800 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്ര നിർമ്മിതി കാണുന്നതിനാണ്. നമ്മൾ ഈ കടന്നു പോകുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായി കാണുന്നത് നോമാൻസ് ഹിൽ എന്നറിയപ്പെടുന്ന ഒരു വനമേഖലയാണ്. ഇത്തരത്തിലുള്ള ചെറിയ വനമേഖലകൾ UK-യിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പാതയുടെ വശങ്ങളിലായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലുള്ളവർ ഇത്തരത്തിലായി ട്രെക്കിങ്ങിനായി പോയിരിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ന്യൂസ്റ്റഡ് അബ്ബയുടെ പ്രവേശന കവാടത്തിലേക്കാണ്. ഇവിടെ നിന്നും എൻട്രി പാസ് എടുത്തതിന് ശേഷം നമുക്ക് വാഹനം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ്. വീക്കെൻഡുകളിൽ 7 പൗണ്ടും വീക്ക് ഡേയ്സിൽ 6 പൗണ്ടുമാണ് ഒരു വാഹനം അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള എൻട്രി ഫീസ്. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ സവാരി നടത്തുന്നവർക്കും 2 പൗണ്ട് വീതമാണ് എൻട്രി ഫീ ഈടാക്കുന്നത്. എൻട്രി ഫീസ് അടച്ചതിന് ശേഷം മുന്നിൽ കാണുന്ന വഴിയിലൂടെ ഏകദേശം 1 മൈൽ സഞ്ചരിച്ചാൽ നമുക്ക് ന്യൂസ്റ്റഡ് അബ്ബയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള വനമേഖല, മറ്റ് നിയന്ത്രണ ബോർഡുകൾ, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നീ ബോർഡുകൾ ഇല്ലെങ്കിൽ കൂടി വളരെ മനോഹരമായി തന്നെ പരിപാലിച്ചു പോരുന്നു. ന്യൂസ്റ്റഡ് അബ്ബയുടെ ഈ കാണുന്ന പാർക്കിംഗ് ഏരിയ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. താരതമ്യേന നല്ല അന്തരീക്ഷമായതിനാൽ ന്യൂസ്റ്റഡ് അബ്ബയുടെ ലാൻഡ്സ്കേപ്പിംഗ് വളരെ നല്ലൊരു ദൃശ്യാനുഭവം തന്നെയാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഷോല നാഷണൽ പാർക്കിലും മറ്റും മാത്രം കാണപ്പെടുന്ന അപൂർവമായ റോഡോഡെൻഡ്രോൺ ചെടികളിൽ ഒരിനമാണ്. UK-യിൽ സ്പ്രിംഗ് സീസണായാൽ ഇത്തരത്തിൽ വിവിധ നിറത്തിലുള്ള റോഡോഡെൻഡ്രോൺ പൂക്കൾ പാതയോരങ്ങളിലും വനപ്രദേശങ്ങളിലും ധാരാളമായി പൂത്തുനിൽക്കുന്നതായി കാണാൻ കഴിയും. ന്യൂസ്റ്റഡ് അബ്ബയുടെ ചരിത്രം 800 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു സന്യാസ ആശ്രമമായി ഹെൻറി രണ്ടാമൻ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഹെൻറി 8-ാമൻ്റെ ഭരണകാലത്ത് ഇത് പിരിച്ചുവിടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് പ്രശസ്ത കവിയായിരുന്ന ലോർഡ് ബൈറണിൻ്റെ പൂർവികനായ സർ ജോൺ ബൈറൺ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. ന്യൂസ്റ്റഡ് അബ്ബയുടെ മുൻഭാഗത്തുള്ള ഈ മനോഹരമായ തടാകത്തിൽ ഇത്തരത്തിലുള്ള നിരവധി അരയന്നങ്ങൾ നീന്തി നടക്കുന്നതായി നമുക്ക് കാണാം. ഇത്തരത്തിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എല്ലാ തുറന്ന ജലാശയങ്ങളിലും കാണപ്പെടുന്ന അരയന്നങ്ങൾ രാജാവിൻ്റെ സ്വന്തമാണ്. ഏകദേശം 1400 മുതൽ ഈ ആചാരം പിന്തുടർന്നു പോരുന്നു. ഈ കാണുന്ന കോട്ടയും കെട്ടിട സമുച്ചയവും 1800കളുടെ അവസാന കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു പ്രെയർ ഹാളാണ്. ഇപ്പോഴും യാതൊരു കേടുപാടുകളും കൂടാതെ ഇത് വളരെ മനോഹരമായി തന്നെ നിലനിൽക്കുന്നതായി കാണാം. ഇന്ന് ഞായറാഴ്ച ഒഴിവു ദിനമായതുകൊണ്ട് കുട്ടികളുമൊത്ത് തങ്ങളുടെ ദിവസം ചെലവഴിക്കുന്നതിനായി ധാരാളം സഞ്ചാരികൾ ന്യൂസ്റ്റഡ് അബ്ബയിൽ എത്തിയിട്ടുണ്ട്.
നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സെഡാർ മരമാണ് ഈ കാണുന്നത്. ഈ മരത്തിൽ കയറരുത് എന്നൊരു സൂചനാ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രശസ്ത കവി ലോർഡ് ബൈറൺ 1808 1814 ഇടയിൽ ന്യൂസ്റ്റഡ് അബ്ബയിൽ താമസിച്ചിരുന്നെങ്കിലും പിന്നീട് കടബാധ്യത മൂലം അദ്ദേഹം ഇത് വിൽക്കുകയായിരുന്നു. അന്നു മുതൽ വിവിധ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള ഈ എസ്റ്റേറ്റ് 1861 ഇത് വാങ്ങിയ വില്യം ഫ്രെഡറിക് വെബ് പിന്നീട് 1931 അന്നത്തെ നോട്ടിംഗ്ഹാം കോർപ്പറേഷന് ഇത് സമ്മാനമായി നൽകുകയായിരുന്നു. പിന്നീടാണ് ഈ സന്യാസ ആശ്രമം സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. ഇത്തരത്തിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും തുറന്ന ജലാശയങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ സ്വാനുകളുടെയും ഒരു കണക്കെടുപ്പ് എല്ലാ വർഷവും ജൂലൈ 3-ാം ആഴ്ചയിൽ നടത്താറുണ്ട്. ഇത് സ്വാൻ ഉപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് വളരെ വർഷം പഴക്കമുള്ള ഒരു ടോയ്ലറ്റാണ്. ഇതിൻ്റെ മേൽക്കൂരയും മറ്റും തകർന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇതിലുപയോഗിച്ചിരിക്കുന്ന പലകകൾ യാതൊരു കേടുപാടും കൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള നിർമ്മിതികൾക്ക് ഹാർഡ് ട്രീറ്റ് ചെയ്ത വുഡൻ പാർട്ടുകളാണ് ഇവിടെ സാധാരണ ഉപയോഗിച്ചു വരുന്നത്. ന്യൂസ്റ്റഡ് അബ്ബയുടെ അകത്ത് ലോർഡ് ബൈറണിൻ്റെ സ്വകാര്യ അപ്പാർട്ട്മെൻറ്റുകൾ, വിക്ടോറിയൻ അടുക്കള, റൂം ഡിസ്പ്ലേകൾ കൂടാതെ സന്യാസ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കൾ എന്നിവ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ന്യൂസ്റ്റഡ് അബ്ബയുടെ അകത്ത് പ്രവേശിക്കുന്നതിന് 15 പൗണ്ടാണ് ടിക്കറ്റ് ഈടാക്കുന്നത്. ഇത്തരത്തിൽ 15 പൗണ്ട് മുടക്കിയാൽ ഒരു വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും ഇവിടം സന്ദർശിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ വിവിധ ഗാർഡനുകൾ ന്യൂസ്റ്റഡ് അബ്ബയുടെ അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ജാപ്പനീസ് ഗാർഡൻ ഇപ്പോഴും സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏകദേശം 1170 ഹെൻറി രണ്ടാമൻ രാജാവാണ് ന്യൂസ്റ്റഡ് അബ്ബെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച തോമസ് ബക്കറ്റിൻ്റെ കൊലപാതകത്തിലുള്ള പ്രായശ്ചിത്തമായാണ് ഹെൻറി രണ്ടാമൻ രാജാവ് 1100കളുടെ അവസാനത്തിൽ ഈ ന്യൂസ്റ്റഡ് അബ്ബെ സ്ഥാപിച്ചത്. ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയിലെ ചാൻസലറും ആർച്ച് ബിഷപ്പുമായിരുന്ന തോമസ് ബക്കറ്റ് ഹെൻറി രണ്ടാമൻ രാജാവുമായി സഭയുടെ അവകാശങ്ങളെയും പദവികളെയും ചൊല്ലി സംഘർഷത്തിലേർപ്പെടുകയും കാൻറ്റർബറി കത്തീഡ്രലിൽ വെച്ച് അനുയായികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ജാപ്പനീസ് ഗാർഡൻ്റെ ഭാഗമായി ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ്റ്റഡ് അബ്ബയുടെ ഉൾഭാഗത്തുള്ള പൂന്തോട്ടങ്ങളും തടാകങ്ങളും വളരെ മനോഹരമായി തന്നെ പരിപാലിച്ചു പോരുന്നു. ലോർഡ് ബൈറണിൻ്റെ വളർത്തുനായായിരുന്ന ബോട്ട്സ്വൈൻ്റെ ഒരു ശവകുടീരം ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളതും ഒട്ടേറെ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുമായ ന്യൂസ്റ്റഡ് അബ്ബയുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.